ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 300 ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഇതുവരെയുള്ള നിലവിൽ ഫ്രീ ഫയറുള്ള എല്ലാ ഇവൻറ്റ്സും സ്പിൻ ചെയ്ത് നോക്കാൻ പോവാണ്. സോ അത്യാവശ്യം നമുക്ക് ലക്രോയിൽ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ കുറേ അത്യാവശ്യം പുതിയ പുതിയ ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്, പഴയ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു സ്പിന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഞാൻ ഡയമണ്ട് ഇതിനെപ്പോൾ എടുത്ത് വെച്ചെന്ന് എനിക്കെന്നെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെറുതെ സ്പിൻ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടി പോയാൽ പോയി. KKPP എന്തായാലും ഭാഗ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ മുമ്പ് കുറച്ച് പരിപാടി ചെയ്യാറുണ്ട്. നിങ്ങൾ പഴയ ഓൾഡ് FF മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ FF പ്ലെയർ ആണെങ്കിൽ നമ്മൾ കുറച്ച് പരിപാടി ചെയ്യാറുണ്ട്. ബ്രൗസറൊക്കെ ക്ലിയർ ചെയ്യും. അങ്ങനത്തെ കുറച്ച് പരിപാടി നമ്മൾ 2-3 വട്ടം ചെയ്തിട്ടൊക്കെയാണ് കറക്കാൻ പോകാറ്. അപ്പോൾ അതേപോലെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഭാഗ്യമുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കയറിപ്പോകുന്നത് നമ്മുടെ ലക്രോയിലേക്ക് വന്നിട്ടുള്ള പുതിയ ഇവൻറ്റ്, അതായത് നമ്മുടെ AN94ഉം അതേപോലെ തന്നെ MP5-ൻ്റെ ഒക്കെ മറ്റേ ഇവോ ഗണ്ണല്ലേ ഇത്, അതോ വേറെ വല്ല ഗണ്ണാണോ? ഓക്കെ, ഇവോ ഗണ്ണല്ല, മറ്റേ നമ്മുടെ പഴയ ഒരു സാധനം ഉണ്ടല്ല, ഇൻക്യുബേറ്റർ ഗൺസ് ആണെന്ന് തോന്നുന്നുണ്ട്. സോ നമുക്കത് കറക്കി വെക്കാം, ഒരു സ്പിന്ന്. ഓക്കെ, അതിന് കൂടുതൽ ഞാൻ സ്പിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ഇവൻ്റാണ്. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ നോക്കാം. ഇല്ല, കിട്ടൂല. ഉറപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സൽ റിംഗ് ടോക്കണാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, വെറുതെ. സോ നമ്മൾ 20 സ്പിൻ ചെയ്തു, നമുക്ക് ഈ ഇവൻറ്റിൽ നിന്നും ഒന്നും കിട്ടിയില്ല. സോ ഈ ഇവൻറ്റ് നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ നട്ടു ആ സാധനമാണ്. ഓക്കെ, റിമോട്ടിൻ്റെയാണ്. ഞാൻ 2 മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ 2-3 സ്പിന്ന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 3-4 സ്പിന്ന്, അതായത് 39 എന്തോ സ്പിന്ന് വരെ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു 1 റൗണ്ടേ ചെയ്ത് നോക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ വീഡിയോന് എല്ലാ ഇവൻറ്റും നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട് ബാക്കിയുണ്ടെങ്കിൽ കറക്കി നോക്കാം. ഓക്കെ, സോ ഇതാണ് റിമോട്ട്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിമോട്ടാണ്. കുറേ അമർത്തി, ഇതൊക്കെ അമർത്തി, ഇതൊന്നും വേണ്ട, വെറുതെ ഇത് അമർത്തി സ്പിൻ ചെയ്ത് നോക്കാം. ഡോണ്ട് റിമൈൻഡ് മീ അഗെയിൻ. 9 സ്പിന്ന് കിട്ടോ ഇല്ലയോ? ഇല്ല, കിട്ടൂല. പക്ഷേ എൻ്റെ മോനെ ഇത് റെയറാണല്ല, സപ്ലൈ റേറ്റ് കിട്ടിയേക്കണേ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഗൈസ്, ഇത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കണതാണ്. അപ്പോൾ നാട്ടു ഇവൻറ്റ് നമുക്ക് പിന്നെ ഒരു വട്ടം കൂടി നോക്കാം. ഇമോട്ടിന് വേണ്ടി വെറുതെ സ്പിൻ ചെയ്യണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് വേറെ വല്ല ഇവൻറ്റ് മുമ്പ് നോക്കാമായിരുന്നു. ഇത് പിന്നെ എന്തായാലും കിട്ടൂല, കൺഫേം ആണ്. എന്നാലും വെറുതെ ഒരു 15 സ്പിൻ ഞാൻ ചെയ്യാൻ പോകണം. ഇല്ല, കിട്ടിയില്ല, ആസ് യൂഷ്വൽ കിട്ടിയില്ല. അപ്പോൾ അത് വിട്ടു. ഓക്കെ, അതും ഞാൻ വിട്ട്. അങ്ങനെ നമ്മുടെ 3 ഇവൻറ്റ് നമ്മൾ കറക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഇതൊരു ഇൻക്യുബേറ്റർ ഗൺസിൻ്റെയാണ്, പിന്നെ ഒരു ഇമോട്ടിൻ്റെ, പിന്നെ ഇപ്പോൾ ഇതൊരു ഗ്ലൂ വാളിൻ്റെയാണ്. അതും പോയി. ഗ്ലൂ വാളും പിന്നെ ഒരു ബാക്ക് പാക്കും, അപ്പോൾ അതും പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഈ ഒരു കിഡിലൻ ബണ്ടിലാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ വേർഡ് ബണ്ടിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇതിൻ്റെ 3 വെർഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഗ്യാരൻറ്റീഡ് സ്പിന്ന് എത്ര ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഓഫ്, കൊള്ളാം. കിഡിലിന് ആനിമേഷനാണ്, കിഡിലെ ആനിമേഷനാണ്. അപ്പോൾ എന്തായാലും ഒരു സ്പിന്ന് ഞാൻ ഇതിനോട് കറക്കി വെക്കാൻ പോണ്. കിട്ടുമല്ലയോ? കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഇല്ലടാ, അങ്ങനെയൊന്നും കയറേണ്ട തരൂലെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ ബണ്ടിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തിനാണെന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ മൂവ്മെൻ്റ് ആണോന്ന് അറിയില്ല, എനിക്ക് മറ്റേ ഇതിൻ്റെ ആനിമേഷൻ ആണോന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്കവാറും ചിലപ്പോൾ ഇതൊരു വട്ടം സ്പിൻ ചെയ്ത് നോക്കും ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1000 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ലംബോർഗിനിയുടെ. ഞാൻ ഡയമണ്ട് എൻ്റെ കയ്യിലുള്ള സമയത്ത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണിത്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ബ്ലാക്കും അതേപോലെ തന്നെ ഈ റെഡുമാണ്. ഈ രണ്ടുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. സോ ഇതിൽ എതിരൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുശാലാണ്. തരുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഇല്ലടാ, നമുക്ക് ഭാഗ്യമില്ല, സത്യം പറയില്ല, ഭാഗ്യമില്ലാത്ത ടൈമിലാണ് സ്പിൻ ചെയ്ത് നോക്കാൻ പോണത്. എന്ത് കാര്യത്തിനാണോ? ഞാൻ ലാസ്റ്റ് നമ്മുടെ ഇവോ വോൾട്ട്, ഇതെൻ്റെ അനിയനാ, അത് നിന്നോട് പറഞ്ഞിരുന്നു എടുക്കണം, കറക്കി വെക്കാൻ. അതും കറക്കി വെക്കാം. ഇനിയിപ്പോൾ അതിലൊരു കുറവ് വരുത്തണ്ട. കിട്ടുമോ, തരുമോ? ഓർണമെങ്കിലും ആടാ, എന്തെങ്കിലും ഒരു ഇവൻ്റ് ആടാ. എനിക്ക് പുറത്തൊക്കെ കണ്ടൻറ്റിന് ഒന്ന് ഹൈലൈറ്റ് ഇടാനെങ്കിലും ഇതായിരുന്നില്ല. അങ്ങനെ നമ്മൾ നിലവിൽ 1 2 3 4 5 6 ഇവൻറ്റ് നമ്മൾ ചെയ്ത് നമ്മൾ ഏകദേശം 100 ഡയമണ്ടിൻ്റെ മേലെ പൊട്ടിച്ചു. ശരിയാ. ഇനിയിപ്പോൾ വുഡ് പെക്കർ അതൊക്കെ എൻ്റെ ഓൾറെഡുള്ളതാണ്. ഗോൾഡ് ട്രയൽ എൻ്റെ ഓൾറെഡുള്ളതാണ്. ഇനി വേറെ വലിയ ഇവൻറ്റ് ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. എന്ത് രസം നോക്ക്, ഡയമണ്ട് പൊട്ടിയിരിക്കുമ്പോൾ. ഇതെടുത്ത് ഇത് ടോപ്പ് ഇവൻ്റ് ആണല്ലേ, പറ്റൂല. പിന്നെ വേറെ ഏതാ ഉള്ളത്? വേറെ ഇതൊന്നുമില്ലല്ലേ. ഇവോ വോൾട്ട്
ഒക്കെ കറക്കിയാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കണ്ടൻറ്റിൽ നമുക്കെന്ത് മനസ്സിലായി, ഗരേനെ ഒരു സാധനവും നമുക്ക് വെറുതെ ഒന്നും തരില്ല. അത്ര മണ്ടന്മാരൊന്നല്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. എന്നിരുന്നാലും 150 ഡയമണ്ട് ബാക്കി വെക്കാനാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. 150 ഡയമണ്ട് അവിടെ സ്പിൻ ചെയ്യാൻ പോണി ഞാൻ. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനാണ്. ഓക്കെ, ഇതൊരു സ്പിന്നും കൂടി ഞാൻ ചെയ്ത് നോക്കിയാലെന്ന് ആലോചിക്കണേ. ഇതിലിപ്പോൾ 8 ടോക്കൺ ഉണ്ടായത്. 8 ടോക്കൺ കൊണ്ട് ഇതിന് കിട്ടും. എനിക്ക് ഒരു 40 ടോക്കണൊക്കെ കിട്ടണമെങ്കിൽ ഒരു നെയിം ചേഞ്ച് കാർഡ് വെറുതെ മേടിച്ചിട്ടായിരുന്നു, വെറുതെ ഒരു രസത്തിന്. എന്തായാലും ഒരു സ്പിന്നും കൂടി ഞാൻ ചെയ്ത് നോക്കാൻ പോണ്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി പോയിട്ട് ക്ലിയർ ക്യാഷ് അടിച്ച് ഒന്ന് വന്ന് സ്പിൻ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇവൻ്റ് എടുക്കാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം ഇതൊക്കെ വെറുതെയാണ്. പിന്നെ ഞാൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്ത് കറക്കണത്, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. ഓക്കെ, അപ്പോൾ വല്ലാണ്ട് വേറെ ഡയമണ്ട് കൊണ്ട് വേറെ പ്രത്യേകിച്ച് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഒന്നും കൂടി ഒരു സ്പിന്നും കൂടി ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അറിയാം, അത്രേ ഉള്ളൂ. ഇനി കിട്ടൂല. ഇത് ഞാൻ ഈ ഇവൻ്റ് വിട്ടു. ഇനി നാട്ടുവിൻ്റെ 19ാമത്തെ സ്പിന്ന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ അമർത്തി നോക്കാം. ഇത് രണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടും, നോക്കൂ. അല്ലെങ്കിൽ എനിക്കതേം തരുമോ? ഇത്ര അനുസരണം തരരുത് കേട്ടോ. എത്ര ആക്കി തരരുത് എനിക്ക്. ഓപ്പൺ. അവിടെ ഞാനൊരു സ്പിൻ കൂടി ചെയ്യാൻ പോകും. ഒരു ലാസ്റ്റ് സ്പിന്ന് 39ാമത്തെ സ്പിൻ കൂടി ചെയ്തിട്ട് ഞാൻ നിർത്തും. ശരി, 150 ഡയമണ്ട് ഉണ്ടാവില്ല, പക്ഷേ ഇതുകൂടി ലാസ്റ്റ് സ്പിൻ ചെയ്തിട്ട് ഞാൻ നിർത്തും. ഈ ഇവൻ്റ് പരിപാടി ഞാൻ നിർത്തും. ഒന്നുകൂടി പാക്ക് അടിക്കുന്നു, ഗ്രൂപ്പ് കയറുന്നു. സോ നമുക്ക് നേരെ ഇവൻ്റ് കറക്കാൻ പോകാം. ലാസ്റ്റാണ് നാട്ടു എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ലാസ്റ്റാണ് ഞാൻ കറക്കാൻ പോണത്. ഇനി ഞാൻ കറക്കൂല, കിട്ടൂല. 1 2 3 ഇല്ലടാ, ജസ്റ്റ് മിസ്സറാ. ഇതങ്ങനെ വരുള്ളൂ. നിർത്തി, മതി. അപ്പോൾ 119 ഡയമണ്ട് ബാക്കിയുണ്ട്. 19 എൻ്റെ ഫേവറേറ്റ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഡയമണ്ട് പൊട്ടിക്കാൻ വയ്യ. ഇപ്പോൾ മനസ്സിലായില്ലേ? എത്രേ ഉള്ളൂ. നമുക്കൊന്നും തരൂല. പ്രത്യേകിച്ച് ഗരേനെ ടൈമിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം പിഴിയാൻ നോക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്കൊന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാനും നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഗെയിമിൽ വെറുതെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതുകൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. ഓക്കെ, പിന്നെ ഞാൻ എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഡ്രോപ്പ് വന്നപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഞാൻ കുറേ കാലമായി എടുത്തിട്ട്, അപ്പോൾ വെറുതെ എടുത്താണ്. പിന്നെ ഞാൻ എന്തായാലും ബാക്കി ഡയമണ്ട് കൊണ്ട് ഞാൻ നെയിം ചേഞ്ച് കാർഡ് ചിലപ്പോൾ വാങ്ങും. കാരണം അറിയാമല്ലേ, ഞങ്ങൾക്ക് ആവശ്യം വരുന്നൊരു മെയിൻ സാധനമാണത്. അപ്പോൾ അതല്ലാണ്ട് ഞാൻ വെറുതെ ഒന്നല്ല, ഞാനിതൊക്കെ ഞാൻ മറ്റേ വേറെ കുറേ ആപ്പ് വഴി ഇങ്ങനെയൊക്കെ ചെറിയ ഫണ്ട് ഉണ്ടാക്കി ഇത് കൂട്ടി വെച്ചിട്ട്, ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഡ്രോപ്പ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ നിന്നൊന്നും ആരും ഫണ്ട് എടുത്തിട്ടും വേറെ വീട്ടിൽ നിന്നൊന്നും ഫണ്ട് എടുത്തിട്ട് ആരും ചെയ്യാതിരിക്കുക. ഗെയിമിൽ ഫണ്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോറൽ ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ മോറൽ ഓഫ് ദ കണ്ടൻറ് എന്ന് ഞാൻ പറയണത്, ഗെയിമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് മക്കളെ, വെറുതെയാണ്. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. ദിസ് ഈസ് FA Gamer signing out.